ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ വി ദിലീപ് കുമാർ കൂടി നമ്മുടെ വാർത്താമുറിയിൽ നിന്ന് ചേരുകയാണ്. ദിലീപ് കുമാർ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാതിൽ കുട്ടിയടച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങോട്ട് എന്നൊരു വലിയ ചോദ്യം പി വി അൻവറിൻ്റെ മുന്നിൽ അവശേഷിക്കുകയാണ്. ഒറ്റയ്ക്ക് അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടു പോയാൽ രാഷ്ട്രീയ വനവാസമായിരിക്കും പിന്നീട് അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത്. പറയൂ. SKN ഗുഡ് മോർണിംഗ്. പി വി അൻവറിനെ സംബന്ധിച്ച് ഇനി ഒറ്റ വഴി മാത്രമേ മുന്നിലുള്ളൂ. അത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ്. അത്തരമൊരു സാധ്യതയുണ്ടോ എന്നതാണ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ചേരുന്ന UDF യോഗം. അതുവരെയുള്ള ഒരു സമയപരിധിയാണ് ഇപ്പോൾ പി വി അൻവറിന് UDF നേതൃത്വം നൽകിയിട്ടുള്ളത്. നേരത്തെ ദീപക് പറഞ്ഞതുപോലെ ഇനി മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടിന് പൂർണ്ണ പിന്തുണ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഘടകകക്ഷികൾ മാറിയിട്ടുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ, UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പിന്തുണയ്ക്കുന്നതിന് പി വി അൻവറിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് പിന്നെ എങ്ങനെയാണ് UDFൽ ഇടം നൽകുക എന്ന ചോദ്യമാണ് ഇപ്പോൾ നേതാക്കൾ പ്രധാനമായും ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ പി വി അൻവർ ഇല്ലെങ്കിലും മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനും നിലമ്പൂരിലെ UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണ പരിപാടികളിലൊന്നും പി വി അൻവറിൻ്റെ സാന്നിധ്യം ആവശ്യമേ ഇല്ല എന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിമർശനം പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതൊന്നും തങ്ങൾ കണക്കാക്കുന്നില്ല. ഈ സമയത്ത് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക, അതുമാത്രമാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യമെങ്കിൽ പി വി അൻവർ മത്സരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതും ഒരു സമ്മർദ്ദതന്ത്രമായാണ് ഇപ്പോൾ UDF നേതാക്കൾ കാണുന്നത്. പി വി അൻവർ അവിടെ മത്സരിച്ച് തൻ്റെ സ്വാധീനം തെളിയിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ വ്യക്തതയില്ല. മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പി വി അൻവർ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. അത് അങ്ങനെയൊരു കാര്യത്തിലേക്ക് പി വി അൻവർ പോകില്ല. ഈ പറയത്തക്ക സ്വാധീനം അവിടെ ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. ഏതായാലും പി വി അൻവറിനെ തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് ഈ സമയത്ത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ടാണ് UDF നേതൃയോഗം ചേരുന്നത്. രാവിലെ 9 മണിക്ക് പി വി അൻവർ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. SKN.